അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 നോക്കി. അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ പാസ് ദ ജേർണൽ എൻട്രീസ്. ഇൻഫർമേഷൻസ് താഴെ തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ജേർണൽ എൻട്രി പാസ് ചെയ്യണം എന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ നമുക്കറിയാം അല്ലേ. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഓഫ് 5 lakh. എങ്ങനെ എൻട്രി വരിക? നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് വരിക, ഇതെന്താണ് സംഭവം. ബിസിനസ് വിത്ത് ക്യാപിറ്റൽ ഓഫ് 5 lakh. അപ്പം ക്യാപിറ്റൽ കൂടും. ക്യാപിറ്റൽ എന്താണ്? ബാലൻസ്, ക്രെഡിറ്റ് ബാലൻസ്, ക്യാപിറ്റൽ അക്കൗണ്ട് അടിയിൽ എൻട്രി കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അതായത് ക്യാഷ് നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ ഓണർ ക്യാഷ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ബിസിനസ്സിലേക്ക് ക്യാഷ് കിട്ടി. സോ ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. പേഴ്സൺ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത്, അല്ലെങ്കിൽ നമ്മൾ ഏതാണോ അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഡെബിറ്റ്, അസറ്റ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ്. അപ്പോൾ അസറ്റ് ഇവിടെ എന്താ ചെയ്യാണ്? അസറ്റ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പം ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. ക്യാപിറ്റൽ എന്താ ബാലൻസ് ആണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ് ക്യാപിറ്റലിന്. അപ്പോൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ബാലൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടു ക്യാപിറ്റൽ അക്കൗണ്ട് 5 lakh. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് എൻട്രി വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എൻട്രി എന്താ നോക്കാം. വേജസ് ആൻഡ് സാലറീസ് പെയ്ഡ് 50,000. ഈ വേജസും സാലറീസും എന്താണ് സംഭവം? വേജസും സാലറീസും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം എക്സ്പെൻസസിൽ വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഈ എക്സ്പെൻസസിൽ വരുന്ന ഐറ്റംസ് എക്സ്പെൻസ് പേ ചെയ്തു. അങ്ങനെ പറഞ്ഞാൽ എക്സ്പെൻസ് കൂടുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എക്സ്പെൻസ് വരുമ്പം എക്സ്പെൻസിന് നമുക്ക് എന്ത് ബാലൻസ് ആണ്? എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണുള്ളത്. അതായത് എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ്, എക്സ്പെൻസ് കുറയുകയാണെങ്കിൽ ക്രെഡിറ്റ്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എന്താ ചെയ്യുന്നത്? വേജസ് ആൻഡ് സാലറീസ് പെയ്ഡ് എന്ന് പറയുമ്പം എക്സ്പെൻസ് ഇൻകർ ചെയ്യാണ്. എക്സ്പെൻസ് ഇൻകർ ചെയ്യുമ്പം ഡെബിറ്റ് ബാലൻസ് ആയിട്ടുള്ള വേജസ് ആൻഡ് സാലറീസ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താണ്? പെയ്ഡ് 50,000. അതായത് ക്യാഷ് ആയിട്ട് കൊടുത്തു. അപ്പോൾ ക്യാഷ് ആയിട്ട് കൊടുക്കുമ്പോൾ എന്താണ്? ക്യാഷ് പോവുകയാണ് നമ്മുടെ ബിസിനസ്സിന്. അപ്പം അസറ്റ് ഡിക്രീസ് ചെയ്യാണ്. ക്യാഷ് എന്ന് പറഞ്ഞാൽ അസറ്റാണ്, അസറ്റ് ഡിക്രീസ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ അത് ക്രെഡിറ്റിൽ വരും. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 50,000, 5 lakh, 5 lakh. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിങ്ങനെ വരും. നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നുള്ളൂ, സിമ്പിളാണ്. ഇനി റെൻ്റ് റിസീവ്ഡ് 2 lakh. റെൻ്റ് റിസീവ്ഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് ഇൻകം ആണ്. റെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ റെൻ്റ് പെയ്ഡ് എന്നാണ് പറയുന്നത് വെച്ചാൽ ഇത് നമ്മൾ നിൽക്കുന്ന ബിസിനസ്സിൻ്റെ ഗോഡൗണിന് വേണ്ടി നമ്മൾ പേ ചെയ്തതായിരിക്കും. അതിനാണ് റെൻ്റ് പെയ്ഡ് എന്ന് പറയുന്നത്. ഇത് റെൻ്റ് റിസീവ്ഡ് ആണ്. അതായത് നമ്മളൊരു പ്രോപ്പർട്ടി ഉണ്ട്, ഇത് നമ്മുടെ ബിസിനസ്സാണ്, നമുക്ക് ബിസിനസ്സിൻ്റെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് റെൻ്റ് കിട്ടുന്നുണ്ട്. അപ്പം ഈ റെൻറ്റിനെയാണ് ഇവിടെ റെൻ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത്. അതെന്താണ്? നമ്മളൊരു ഇൻകം ആണ്. അപ്പം ഇൻകം 2 lakh റെൻ്റ് റിസീവ്ഡ്. അപ്പോൾ അങ്ങനെ പറയുമ്പം എന്താണ്? ഇൻകത്തിന് എന്ത് ബാലൻസ് ആണുള്ളത്? ഇൻകത്തിന് ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്. അപ്പം ഇൻകം കിട്ടുക എന്ന് പറയുമ്പം ഇൻകം കൂടുന്നു. അപ്പോൾ ഇൻകം കൂടുമ്പോൾ ടു റെൻ്റ് വരും. അപ്പോൾ ഇനി എന്താണ് നമ്മുടെ കയ്യിലേക്ക് വരുന്നത്? അസറ്റ് എന്താണ്? ക്യാഷ്. ക്യാഷ് വരുന്നു, ക്യാഷ് കൂടുന്നു. ക്യാഷ് കൂടിയാൽ എന്താണ്? ഡെബിറ്റ്. ഓക്കെ. അപ്പം എങ്ങനെ എൻട്രി വരിക?
ക്യാഷ് ഓർ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു റെന്റ് ആണ് ഇതിൽ. റെന്റ് അക്കൗണ്ട് ആണല്ലോ. 500 റെഡിയായി. ഇനി പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം റാം ₹9 lakh. 9 lakhന് നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് ക്രെഡിറ്റിൽ പർച്ചേസ് ചെയ്തു. ക്രെഡിറ്റിൽ എന്ന് പറഞ്ഞാൽ പറ്റിന് വാങ്ങും. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്താണ്? പർച്ചേസ് എന്ന് പറഞ്ഞാൽ നമ്മളെ എക്സ്പെൻസ് ആണ്. അപ്പോൾ എക്സ്പെൻസ് കൂടുമ്പം എന്ത് ചെയ്യും? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് വരും. ഇനി 2ൽ എന്താ വരിക? നമ്മൾ ക്യാഷ് കൊടുത്തു വാങ്ങുകയാണെങ്കിൽ 2ൽ ക്യാഷാണ് വരിക. ക്യാഷ് നമ്മളെ ബിസിനസ്സിന് പോയി. ഇനി നമ്മൾ ക്രെഡിറ്റിന് വാങ്ങുമ്പം ഒന്നെങ്കിൽ പാർട്ടി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ പാർട്ടീൻ്റെ പേരുണ്ടെങ്കിൽ അതായത് റാം എന്ന് പേരുണ്ട്, അപ്പോൾ റാം അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതെന്തിനാ അങ്ങനെ കീപ്പ് ചെയ്യുന്നത് വെച്ചാൽ, ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ ഇതൊരു ലയബിലിറ്റിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും ഒന്നുകൂടി ജസ്റ്റ് പറയാം. ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ ലയബിലിറ്റി നമ്മൾ കൊടുത്ത് തീർക്കേണ്ടതാണ്. ഇതൊരു ഷോർട്ട് ടേം ലയബിലിറ്റിയാണ്. നമുക്ക് ഇത് ഒരു 1-2 മാസത്തിൻ്റെ ടൈമൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കൊടുത്ത് തീർക്കണം. അപ്പം ഇത് നമ്മളൊരു ഒബ്ലിഗേഷനാണ് ഇയാൾക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പം അതിനെ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പാർട്ടിൻ്റെ പേരിൽ ക്രെഡിറ്റ് ചെയ്ത് വെക്കുന്നത്. അതായത് ഇത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ നോക്കുമ്പം പാർട്ടിൻ്റെ സൈഡിൽ ഓരോ പാർട്ടിൻ്റെ നെയിം ഉണ്ടാവും. ഈ പാർട്ടിക്ക് നമ്മൾ ഇത്ര കൊടുക്കാനുണ്ട്, ഓരോ പാർട്ടികൾക്ക് നമ്മൾ ഇത്ര കൊടുക്കാനുണ്ട്, ഓരോ പാർട്ടിൻ്റെ കയ്യിൽ നിന്ന് ഇത്ര കിട്ടാനുണ്ട്. അതൊക്കെ നമുക്ക് ഈ അക്കൗണ്ട്സിൽ ബാലൻസ് ഷീറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പാർട്ടി ഓർ റാം എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടിൻ്റെ പേര് ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻട്രി ഇടുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ എൻട്രി വരുന്നത്. അപ്പോൾ ഈ പർച്ചേസ് അക്കൗണ്ട്, ഈ പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം റാം, ഇങ്ങനെ പറയുകയാണെങ്കിൽ എന്താണ്? റാമിൻ്റെ കയ്യിൽ നിന്ന് പറ്റിന് വാങ്ങി. ഇനി ഒന്നുമില്ല, പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം റാം എന്ന് മാത്രമേ ഉള്ളൂ, ഈ ക്രെഡിറ്റ് എന്നുള്ളത് ഇല്ല എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിലും നമ്മൾ എന്താ അസംഷൻ എടുക്കണം? അത് ക്രെഡിറ്റ് പർച്ചേസ് ആണെന്ന് അസംഷൻ എടുക്കണം. അപ്പോൾ കൂടുതൽ കേസിലും ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ടാണ് വരിക. അതായത് പാർട്ടി ഉള്ള പർച്ചേസസ് ആണ് കമ്പനീസ് ചെയ്യാറ്. അപ്പോൾ അതിനെ കൊണ്ട് നമ്മൾ വെറും ഇങ്ങനെ ഫ്രം റാം എന്ന് പറഞ്ഞിട്ട് തരികയാണെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് എടുക്കണം. ഇനി നേരെ മറിച്ച് ഒന്നുമില്ല, പർച്ചേസ്ഡ് ഗുഡ്സ് ₹9 lakh എന്ന് പറയുകയാണെങ്കിൽ അത് ക്യാഷ് പർച്ചേസ് ആയിട്ട് എടുക്കുക. അപ്പം ഇവിടെ പാർട്ടിൻ്റെ പേര് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അത് പാർട്ടിയിലേക്ക് ക്രെഡിറ്റ് ചെയ്യണം, പാർട്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. ഓക്കെ, ശരിയാണല്ലോ. അപ്പം ഇനി അതിൻ്റെ എൻട്രി എന്താ? എൻട്രി നമ്മൾ ഓൾറെഡി നോക്കി. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, ടു പാർട്ടിയാണ്, നമ്മളെ ഒബ്ലിഗേഷൻ ആണ് അയാൾക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ എൻട്രി എന്താ അങ്ങനെ വരും? പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു റാം ആണ്. ഇത് ഓക്കെ. ഇനി അടുത്ത എൻട്രി നോക്കാം. സോൾഡ് ഗുഡ്സ് ഫോർ ₹8,14,000 ആൻഡ് റിസീവ്ഡ് പേയ്മെന്റ് ഇൻ ചെക്ക്. സോൾഡ് ഗുഡ്സ് ഫോർ ₹8,14,000. 8,14,000 വിലയുള്ള നമ്മൾ എന്ത് ചെയ്തു? ഗുഡ്സ് സെല് ചെയ്തു. ആൻഡ് റിസീവ്ഡ് പേയ്മെന്റ് ഇൻ ചെക്ക്. ഇങ്ങനെ പറഞ്ഞാൽ എന്താ? നമുക്ക് പേയ്മെന്റ് ചെക്കായിട്ട് കിട്ടി. അതായത് ബാങ്ക് ചെക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാങ്കിലേക്ക് വരുന്നതാണല്ലോ ചെക്ക്. അപ്പോൾ ഇത് ക്യാഷ് അല്ലാതെ ക്യാഷിന് പകരം ബാങ്ക്. അത്രേ ഉള്ളൂ ഈ എൻട്രീനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ജസ്റ്റ്
സോൾഡ് ഗുഡ്സ്, അപ്പം സെയിൽ നടന്നു. സെയിൽ എന്താണ്? നമ്മളുടെ ഇൻകം ആണ്. ഇൻകം കൂടുമ്പോൾ എന്താണ് വരിക? ക്രെഡിറ്റ് വരും. അപ്പം 2ൽ എന്ത് വരും? സെയിൽ വരും. ടു സെയിൽ 8,14,000. ഇനി എന്തിലാണ് കിട്ടുന്നത്? റിസീവ്ഡ് പേയ്മെന്റ് ഇൻ ചെക്ക്, അതായത് അസറ്റ് ആയിട്ടുള്ള ചെക്കിൽ കിട്ടുന്നു. ചെക്കിൽ കിട്ടുന്നത് പറഞ്ഞാൽ ബാങ്ക്. അപ്പം ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ. എൻട്രി ഉണ്ട്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു സെയിൽ. അപ്പോൾ ഇത്രയും സിമ്പിളാണ്. നമ്മൾ ആലോചിച്ച് എന്താണ് ഈ ക്രെഡിറ്റ്, ഏതിനാണ്, ഏതൊക്കെ ബാലൻസ് ആണെന്ന് നമ്മൾ പഠിക്കുകയും അതുപോലെ തന്നെ നമ്മൾ ഓരോ ഈ പർച്ചേസ് ഇതുപോലത്തെ ഐറ്റംസ് എന്തെല്ലാമാണ്, ഇപ്പോൾ എക്സ്പെൻസ് ആണോ ലയബിലിറ്റി ആണോ അസറ്റ് ആണോ എന്നൊക്കെ അറിയുകയും ചെയ്താൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ജേണൽ എൻട്രി ഒക്കെ. നെക്സ്റ്റ് നോക്കാം. ട്രാൻസാക്ഷൻസ് ഓഫ് രമേശ് ഫോർ ഏപ്രിൽ ആർ ഗിവൺ ബിലോ. ജേണലൈസ് ചെയ്യാനാണ് പറയുന്നത്. രമേശ് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് എ ക്യാഷ് ഓഫ് 1 lakh. ഇത് നിങ്ങൾക്ക് ഓൾറെഡി ഞാൻ മുകളിൽ പറഞ്ഞതാണ്, അപ്പോൾ നിങ്ങൾ അത് വെച്ചിട്ട് നോക്കി ചെയ്യാം. ബോട്ട് ഗുഡ്സ് ഫോർ ക്യാഷ് 50,000. ബോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ബൈയിൻ്റെ പാസ്റ്റ് ആണ് ബോട്ട്. അപ്പോൾ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്തു. എത്ര രൂപയ്ക്ക്? 50,000 റുപ്പീസിന്. അത് നിങ്ങൾക്ക് അറിയുണ്ടാവും. എന്താണ് പർച്ചേസ്? ഒരു എക്സ്പെൻസ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താണ്? എന്ത് കൊടുത്താണ്? ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ലേ? ക്യാഷ് 50K. ഓക്കെ, 500. ഇനി ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ₹10,000. ഇതെന്താണ് സംഭവം? ഡ്രൂ ക്യാഷ് ഫ്രം ബാങ്ക് ₹10,000. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യില്ലേ, അത് തന്നെയാണ് സംഭവം. അപ്പം വിഡ്രോവലിന് പകരം പറയുന്ന വേർഡാണ് ഡ്രൂ. അപ്പം നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക? ക്യാഷ് വിഡ്രോ ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ തിങ്ക് ചെയ്ത് നോക്കുക. ക്യാഷും ഒരു അസറ്റാണ്, ബാങ്കും ഒരു അസറ്റാണ്. അപ്പം എങ്ങനെയാണ് എൻട്രി ഇടുക? ക്യാഷ് നമ്മൾ വിഡ്രോ ചെയ്യാന്ന് പറയുമ്പോൾ ക്യാഷ് നമ്മുടെ ബിസിനസ്സിലേക്ക് കിട്ടും, ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കുറയും. ഇപ്പം നമ്മുടെ അക്കൗണ്ടിൽ 5,000 രൂപ ബാലൻസ് ഉണ്ട്. അപ്പം അതിലൊരു നമ്മൾ 1,000 രൂപ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അക്കൗണ്ടിലെ ബാലൻസ് 4,000 ആവില്ലേ? ബാക്കി 1,000 നമ്മുടെ കയ്യിൽ ക്യാഷ് ആയിട്ട് വരും. അപ്പം ക്യാഷ് ആയിട്ട് നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്നു. അപ്പം എന്താ ചെയ്യേണ്ടത്? ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താ പോകുന്നത്? ബാങ്കിൽ നിന്ന് പൈസ പോകുന്നു ടു ബാങ്ക് 1,000. അപ്പം 10,000 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എൻട്രീസ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം തന്നെ നമുക്ക് കിട്ടും. അപ്പം ഇത് നിങ്ങൾ ആദ്യം തുടക്കത്തിലാവുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്ന വരും, പക്ഷെ നമ്മൾ ചെയ്ത് പിന്നീട് നല്ല ഫ്ലോയിൽ കിട്ടും. ഇനി സോൾഡ് ടു കൃഷ്ണ ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് 1,40,000. അപ്പം എന്താണ്? കൃഷ്ണക്ക് ഗുഡ്സ് സെയിൽ ചെയ്തു. എങ്ങനെയാണ് എൻട്രി വരിക? ഓൺ ക്രെഡിറ്റ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. സോൾഡ് ഗുഡ്സ് സെയിൽ ചെയ്യാന്ന് പറയുമ്പോൾ ഇൻകം ടു സെയിൽ 1,40,000. എന്താണ്? നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ടോ? ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിലാണ് എന്ത് ഡെബിറ്റ് ചെയ്യേണ്ടത്. ക്യാഷ് കിട്ടുന്നുണ്ടോ? ഇല്ല, ക്യാഷ് കിട്ടുന്നില്ല. ഓൺ ക്രെഡിറ്റ് ആണ്. അപ്പം നമ്മൾ എന്താണ് ഈ കൃഷ്ണ എന്ന് പറയുന്നത്? നമ്മളെ ഡെപ്റ്ററാണ്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് തരാനുള്ള നമ്മളെ കസ്റ്റമറാണ്. അപ്പോൾ കസ്റ്റമറിന് എന്താണ് ഈ ഡെപ്റ്റർ എന്ന് പറയുന്നത്? എന്താണ്? ഒരു അസറ്റാണ്. അപ്പം ഈ കൃഷ്ണ നമുക്ക് തരാനുള്ളത് ഇൻക്രീസ് ചെയ്യാണ്. സെയിൽ 1,40,000 നമുക്ക് തരാൻ ഉണ്ടാവുകയാണല്ലോ. അപ്പം നമ്മുടെ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ അസറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ്? ഡെബിറ്റ്. അപ്പം കൃഷ്ണ എന്ന് പാർട്ടിൻ്റെ പേര്, പാർട്ടി ഓർ കൃഷ്ണ അക്കൗണ്ട് ഡെബിറ്റ് 1,40,000.
നമ്മൾ മുകളിൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇനി നെക്സ്റ്റ്, ബോട്ട് ഫ്രം ശ്യാം ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഇതെന്താ? ഇതും നിങ്ങൾക്ക് അറിയാവുന്ന എൻട്രിയാണ്. ജസ്റ്റ് അങ്ങനെ ഇട്ടാൽ മതി, നിങ്ങൾക്ക് അറിയുന്ന പോലെ. റിസീവ്ഡ് ഫ്രം കൃഷ്ണ 1,30,000 ആൻഡ് അലൗഡ് ഹിം ഡിസ്കൗണ്ട് 5,000. ഈ എൻട്രി നോക്കും നിങ്ങൾ. അതിൽ ചെറിയൊരു ലാഗ് വന്നതാണ്. അപ്പം നോക്കാം. റിസീവ്ഡ് ഫ്രം കൃഷ്ണ 1,35,000 ആൻഡ് അലൗഡ് ഹിം ഡിസ്കൗണ്ട് 5,000. ഇതെന്താണ് സംഭവം? ഇതെന്താണെന്ന് വെച്ചാൽ, കൃഷ്ണ നമുക്ക് പേയ്മെൻറ്റ് തന്നു. എത്രയാണ് തന്നത്? ശരിക്കും എത്ര തരാനുണ്ട്? 1,40,000 നമുക്ക് തരാനുണ്ട്. അതിൽ 1,35,000 തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളത് 5,000 റുപ്പീസ് നമ്മൾ എന്ത് ചെയ്തു? ഡിസ്കൗണ്ട് ആയിട്ട് കൊടുത്തു. അപ്പം ഈ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ് ഐറ്റം? ഞാൻ ഡിസ്കൗണ്ടിനെ പറ്റി പറഞ്ഞുതരാം. ഡിസ്കൗണ്ട് മെയിനായിട്ടുള്ള കുറേ ടൈപ്സ് ഉണ്ട്. പക്ഷെ അതിന് മെയിനായിട്ടുള്ള 2 ടൈപ്പാണ്. ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണ്. അപ്പം നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാൻ പോകുന്ന ടൈമിൽ പ്രൊഡക്റ്റിൻ്റെ വില എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഒരു 110 റുപ്യാണ് എന്ത് പ്രൊഡക്റ്റിൻ്റെ വില ഉള്ളത്. അപ്പം നമ്മൾ പീഡിയക്കാരനോ പറയാണ്, ഞങ്ങൾക്ക് ഒരു 100 റുപ്യക്ക് തന്നൂടെ, 10 റുപ്യ ഒരു ഡിസ്കൗണ്ട് ആയിട്ട് തരുമെന്ന് ചോദിക്കില്ല നമ്മൾ. അങ്ങനത്തെ ഡിസ്കൗണ്ട് 10 റുപ്യ, അങ്ങനെ 100 റുപ്യ എന്ത് ചെയ്ത് നെറ്റ് പ്രൈസ് ആയിട്ടുള്ള 100 റുപ്യ നമ്മൾ പേ ചെയ്യണം. ഈ ഡിസ്കൗണ്ട് വേണ്ട നിങ്ങൾ. ഈ ഡിസ്കൗണ്ടിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡിസ്കൗണ്ട്, അതായത് നമ്മൾ വാങ്ങുന്ന ടൈമിൽ നമുക്ക് പീഡിയക്കാർ തരുന്ന ഡിസ്കൗണ്ട് ഇല്ലേ, അതായത് ഷോപ്പിൽ നിന്ന് നമുക്ക് വാങ്ങുന്ന ടൈമിൽ തന്നെ കിട്ടുന്ന ഡിസ്കൗണ്ടിനെയാണ് എന്തെന്ന് പറയുക? ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഡിസ്കൗണ്ട്, ഈ പ്രൈസ് ആയിരിക്കും എന്തിലുണ്ടാവുക? ഇൻവോയ്സിൽ ഈ പ്രൈസ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ മുകളിലാണ് GST ഒക്കെ കളക്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. അപ്പോൾ GST നിങ്ങൾ GST ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് പഠിക്കാനുണ്ടാവും. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഇതാണെന്ത് ഇൻവോയ്സ് പ്രൈസ്. ഇൻവോയ്സ് വാല്യൂ ഇതായിരിക്കില്ല. അതായത് ഇത് GST കൂടി ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ GST ഒക്കെ കൂടിയിട്ട് ഉള്ള പ്രൈസ് ആയിരിക്കും ഇൻവോയ്സ് വാല്യൂ എന്ന് പറയുന്നത്. ഞാൻ വേണമെങ്കിൽ ഇൻവോയ്സ് വാല്യൂ കാണിച്ചു തരാം. എന്തായിരിക്കും പ്രൈസ്? ഈ പ്രൈസിൻ്റെ മുകളിലായിരിക്കും എന്ത്? GST at 18%. ഞാൻ ജസ്റ്റ് ഒന്ന് ഫിഗർ ചെയ്തിട്ട് പറയുന്നുള്ളൂ. ഒരു IGST ആണെന്ന് വിചാരിച്ചോളൂ. IGST at 18%, 18,118 ഇൻവോയ്സ് വാല്യൂ
118 റുപ്യ. 118 റുപ്യാണ് എന്ത് നമ്മൾ പീഡിയക്കാരന് കൊടുക്കേണ്ടത്. അതായത് GST കൊടുക്കണം, അതിൻ്റെ ഈ നെറ്റ് പ്രൈസ് ആയിട്ടുള്ള 100 റുപ്യയും കൊടുക്കണം, അതുപോലെ തന്നെ 18 റുപ്യയും കൊടുക്കണം. അപ്പം ഇതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഷോപ്പിനെ സംബന്ധിച്ചിടത്തോളം, ഇത് ഷോപ്പിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുകയാണെങ്കിൽ ഈ 100 രൂപയാണ് സെയിലായിട്ട് കാണിക്കുക. ഓക്കെ, അല്ലാതെ ശരിക്ക് സെയിൽ പ്രൈസ് 110 ഉണ്ട്. അപ്പോൾ ഈ 110 കാണിച്ചിട്ട് അതിന് 10 കുറയ്ക്കുകയല്ല ചെയ്യുക, നേരെ ഈ സെയിലായിട്ട് കാണിക്കുക ഈ 100 രൂപയാണ്. ഓക്കെ ആണല്ലോ, ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ കേസ് അങ്ങനെയാണ്. ഇനി നേരെ മറിച്ച് വരുമ്പോൾ ഇത് ക്യാഷ് ഡിസ്കൗണ്ട് ആവുന്ന കേസിൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യും, ഇപ്പം പേയ്മെൻറ്റ് ഇൻവോയ്സിൻ്റെ വാല്യൂ 118 പറഞ്ഞു. ഇത് എക്സാമ്പിൾ തന്നെ ഇവിടെ എടുക്കാം. അപ്പം 118 റുപ്യ എന്ത് ഇയാൾ ഇപ്പോൾ ഒരു സപ്പോസ് മിസ്റ്റർ എ എന്നാണ് ഇയാളെ പേര്. അപ്പം മിസ്റ്റർ എ നമുക്ക് 118 തരാനുണ്ട്. അപ്പോൾ ഈ 118 തരാനുള്ളതിൽ ഇയാളെന്ത് ചെയ്ത് ഒരു 110 റുപ്യ നമുക്ക് തന്നു. 110 റുപ്യ നമുക്ക് തന്നിട്ട് ബാക്കി എന്ത് ചെയ്ത്, ബാക്കി അതും കൂടി ഒന്ന് ഡിസ്കൗണ്ട് ആയി തരുമോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ പിന്നെ പേയ്മെൻറ്റ് ചെയ്യുന്ന ടൈമിൽ മിസ്റ്റർ എത്ര ചെയ്തുള്ളൂ, 110 ചെയ്തുള്ളൂ. അപ്പം ബാക്കി ഡിസ്കൗണ്ട് ആയിട്ട് തരുമോ എന്ന് ചോദിച്ച് അങ്ങനെ എത്ര 8 റുപ്യ ഡിസ്കൗണ്ട് ആയിട്ട് വാങ്ങി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 118 ടോട്ടൽ. പക്ഷെ പേയ്മെൻറ്റ് ചെയ്തത് നമുക്ക് റിസീവ് ചെയ്തത് 110 റുപ്യ ഉള്ളൂ, 8 റുപ്യ ഡിസ്കൗണ്ട് ആയിട്ട് വാങ്ങി. അപ്പം ഇങ്ങനെ നമ്മൾ പേയ്മെൻറ്റ് നടത്തുമ്പം ചെയ്യുന്ന ഈ ഡിസ്കൗണ്ട് ഉണ്ടല്ലോ, അതിനെയാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുക. അതായത് ക്യാഷ് തരുമ്പം ചെയ്യണ ഡിസ്കൗണ്ട്. അപ്പോൾ തൽക്കാലം നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെക്കുക. അപ്പം ഇങ്ങനത്തെ ഡിസ്കൗണ്ട് എന്ന് പറയുമ്പം ഈ ഡിസ്കൗണ്ട് നമ്മൾ അക്കൗണ്ട്സിൽ കാണിക്കില്ല, അക്കൗണ്ട്സിൽ കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓൾറെഡി നെറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടാണ് എന്ത് നമ്മൾ സെയിൽ പ്രൈസ് ആയിട്ട് എടുക്കുന്നത്. സെയിൽ പ്രൈസ് ആയിട്ട് ഈ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് ഡിസ്കൗണ്ട് കുറച്ചിട്ടുള്ള എമൗണ്ടാണ് എന്ത് സെയിൽ പ്രൈസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ബട്ട് ഈ കേസിൽ വരുമ്പോൾ നമ്മളെങ്ങനെയാണ് ഈ 118 നമ്മളെന്ത് പേയ്മെൻറ്റ് കിട്ടേണ്ടത്. ബട്ട് 110 കിട്ടുന്നുള്ളൂ. ശരിക്കും നമുക്ക് 118 കിട്ടേണ്ട ഒരു എമൗണ്ട് നമുക്ക് 110 കിട്ടുന്നുള്ളൂ. ബാക്കി 8 നമ്മുടെ നഷ്ടമാണ്, അതായത് ഒരു എക്സ്പെൻസാണ്. അപ്പം ഈ എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യണം, അക്കൗണ്ട്സിൽ കാണിക്കണം. ഈ 118 നമുക്ക് കിട്ടാനുള്ളതിൽ നമുക്ക് 110 കിട്ടിയിട്ടുള്ളൂ, ബാക്കി 8 റുപ്യ നമുക്ക് നഷ്ടം. അപ്പോൾ ഈ നഷ്ടം കാണിക്കണമെങ്കിൽ ഡിസ്കൗണ്ട് ഒരു എക്സ്പെൻസ്, നഷ്ടമല്ല ഒരു എക്സ്പെൻസ് വന്നു. അപ്പോൾ ഈ എക്സ്പെൻസ് 8 റുപ്യ വന്നു. അപ്പം ഈ ക്യാഷ് ഡിസ്കൗണ്ട് ആവുന്ന കേസിൽ അതെന്താണ്, അത് നമ്മൾ P&L കാണിക്കുക, അതായത് ബുക്കിൽ കാണിക്കും, അക്കൗണ്ട്സിൽ കാണിക്കുന്നതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. ട്രേഡ് ഡിസ്കൗണ്ട് നമുക്ക് കാണിക്കില്ല. അപ്പോൾ അതിൻ്റെ ലോജിക്ക് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഇതിൽ കുറച്ചുകൂടി ഡീപ്പായിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ അതിന് എത്ര ഡീപ്പായി നോക്കാൻ നമുക്ക് ടൈം ഇല്ലാത്തതിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ എന്താണ് കേസ്, ബോട്ടല്ല റിസീവ്ഡ് ഫ്രം കൃഷ്ണ 1,35,000, അലൗഡ് ഹിം ഡിസ്കൗണ്ട് 5,000. അപ്പം ഇത് ഏതാ കേസ്, ഇത് കേസ് ഏതാന്ന് വെച്ചാൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴുള്ള കേസ്. പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏത് ഡിസ്കൗണ്ടാണ്, നമ്മളെ ക്യാഷ് ഡിസ്കൗണ്ടാണ് വരിക. അപ്പോൾ ക്യാഷ് ഡിസ്കൗണ്ട്, അപ്പോൾ ഇതിനെങ്ങനെ എൻട്രി വരിക, നമ്മൾ ഓൾറെഡി ഡിസ്കൗണ്ട് എന്താണെന്നൊക്കെ മനസ്സിലാക്കി. അപ്പോൾ അതിനെക്കൊണ്ട് നിങ്ങൾക്ക് വിഷയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് 1,35,000 കിട്ടി. പിന്നെ ഡിസ്കൗണ്ട് എന്താണ്, ഡിസ്കൗണ്ട് ഒരു എക്സ്പെൻസ് ആണ്, ഡിസ്കൗണ്ട് എക്സ്പെൻസ് ആണ്. 2 എന്താണ് കുറയുന്നത്, നമ്മളുടെ ഒരു അസറ്റ് ആയിരുന്നു എന്ത് കൃഷ്ണ. കാരണം കൃഷ്ണ ഒരു 1,40,000 നമുക്ക് തരാനുണ്ടായിരുന്നു. അത് നമ്മുടെ ഒരു അസറ്റ് ആയിരുന്നു, ഭാവിയിൽ എപ്പോഴെങ്കിലും നമുക്ക് കിട്ടുന്നുള്ള
ഇപ്പം നമ്മൾ എന്തായി, കൃഷ്ണ പൈസ തന്നു, ഇപ്പം എന്ത് ചെയ്തു, അസറ്റ് ഡിക്രീസ് ചെയ്തു. അസറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്താണ്, ക്രെഡിറ്റ്. അപ്പം ടു കൃഷ്ണ 1,40,000 ടോട്ടലായിട്ടുള്ള എമൗണ്ട് വരും. ഇതിനെ കോമ്പൗണ്ട് എൻട്രി എന്നും പറയും. അതായത് ഒരു 1 to 1 അല്ലാതെ ഫുള്ളായിട്ട് നമ്മൾ 2 എൻട്രീസ്, 2 ഡെബിറ്റ് ഉണ്ട് ഇവിടെ കണ്ടോ. ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഡിസ്കൗണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ടു കൃഷ്ണ എന്നാണ് നമ്മൾ എൻട്രി ഇട്ടത്. അപ്പം ഈ ഡെബിറ്റിലുള്ള ടോട്ടലും ക്രെഡിറ്റിലുള്ള ടോട്ടലും എപ്പോഴും സെയിം ആയിരിക്കും. അതെപ്പോഴും നിങ്ങൾ എൻഷുർ ചെയ്യണം. ടു കൃഷ്ണ 1,40,000 ആണ് കൃഷ്ണ തരാനുണ്ടായിരുന്നത്. പക്ഷേ 1,35,000 കൃഷ്ണ തന്നിട്ടുള്ളൂ. ഈ 5,000 ഇനി കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂല. അത് നമ്മൾ ഡിസ്കൗണ്ട് ആയിട്ട് ഇനി വേണ്ട നിങ്ങൾ തരണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കൗണ്ട് ആയിട്ട് അലോ ചെയ്ത് കൊടുത്തതാണ്. അപ്പം ഇതൊരു എക്സ്പെൻസ് ആണ്, ഇത് നമ്മുടെ അസറ്റാണ്, ഇത് നമ്മുടെ അസറ്റ് ഡിക്രീസ് ചെയ്തതാണ്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ എൻട്രി വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എഴുതി തരാം. ഡിസ്കൗണ്ട് അലൗഡ് എന്നാട്ടോ. ഡിസ്കൗണ്ട് അലൗഡ് ആണെന്നത് നമ്മളെ എക്സ്പെൻസ് 5,000 ടു എന്താണ്, കൃഷ്ണ അക്കൗണ്ട് 1,40,000 ബീയിങ് പേയ്മെന്റ് റിസീവ്ഡ് ഫ്രം കൃഷ്ണൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടി, പേയ്മെന്റ് കിട്ടി. ഓക്കെ ആണല്ലോ. ഇപ്പം ഈ എൻട്രി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് നോക്കി ഇതെങ്ങനെയാണ് എൻട്രി എന്ന് നോക്കി മനസ്സിലാക്കുക. ഇനി ബാക്കി എൻട്രീസ് നോക്കാം. നമ്മളിതുവരെ ഡിസ്കൗണ്ടിൻ്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഡിസ്കൗണ്ട് എങ്ങനെയാണ് നമ്മൾ എടുക്കുക, ക്യാഷ് ഡിസ്കൗണ്ട് എന്താണ്, അതുപോലെ തന്നെ ട്രേഡ് ഡിസ്കൗണ്ട് എന്താണെന്നൊക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെയ്ഡ് ശ്യാം ക്യാഷ് 2,15,000, ഡിസ്കൗണ്ട് അലൗഡ് 10,000. അപ്പോൾ ഇതെങ്ങനെയാണ് എൻട്രി വരിക? പെയ്ഡ് ശ്യാം ക്യാഷ് 2,15,000, ഡിസ്കൗണ്ട് അലൗഡ് 10,000. അപ്പം ശ്യാമിന് നമ്മൾ എന്ത് ചെയ്തു, 2,50,000 പേയ്മെൻറ്റ് ചെയ്തു. 10,000 ഡിസ്കൗണ്ട് അലൗഡാണ്. ഇത് നമ്മൾ ശ്യാമിന് ക്യാഷ് പേ ചെയ്തതാണ്. സോ ഇതെന്താണ്, ശ്യാം നമ്മളെ ഡെപ്റ്ററാണ്, അല്ല ശ്യാം നമ്മളെ ക്രെഡിറ്ററാണ്. നമ്മൾ ക്രെഡിറ്റർക്ക് 2,50,000 പേയ്മെൻറ്റ് ചെയ്തു. ക്രെഡിറ്റർ നമുക്ക് ഡിസ്കൗണ്ട് അലൗ ചെയ്തു തന്നു. അപ്പോൾ ഇങ്ങനത്തെ ഡിസ്കൗണ്ട് എന്താണ്, ഇത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ഈ ക്യാഷ് ഡിസ്കൗണ്ട് നമ്മുടെ ഇൻകമാണ്, ഇൻഡയറക്റ്റ് ഇൻകത്തിലാണ് ക്യാഷ് ഡിസ്കൗണ്ട് വരിക, ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് എൻട്രി നോക്കാം. ക്യാഷ് പെയ്ഡ് 2,50,000. അപ്പം 2,50,000 നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ടു ക്യാഷ് 2,15,000. ഇനി എത്രയാണ് ഡിസ്കൗണ്ട് ഉള്ളത്? ഡിസ്കൗണ്ട് റിസീവ്ഡ് 10,000. ഇപ്പോൾ ടോട്ടൽ എത്ര ഡെബിറ്റ് ചെയ്യണം ശ്യാമിന് നമ്മൾ എത്രേൻ്റെ എഫക്റ്റീവായിട്ടുള്ള പേയ്മെൻറ്റാണ് ചെയ്തത്? 2,25,000 ഉള്ള പേയ്മെൻറ്റാണ്. നമ്മൾ 2,25,000 ഉള്ള പേയ്മെൻറ്റാണ് നമ്മൾ ചെയ്തത്. ബട്ട് 2,50,000 നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. ബാക്കി 10,000 വേണ്ട, നിങ്ങൾ വെച്ചോളൂ, ഡിസ്കൗണ്ട് ആയിട്ട് ഞങ്ങൾ തന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ശ്യാം നമുക്ക് തന്നതാണ്. ഡിസ്കൗണ്ട് ആയിട്ട് നമ്മളോട് എടുത്തോളാൻ പറഞ്ഞതാണ്. അപ്പം എങ്ങനെയാണ് എൻട്രി വരിക? ശ്യാം അക്കൗണ്ട് ഡെറ്റർ 2,25,000
ടു ക്യാഷ് ടു ഡിസ്കൗണ്ട് റിസീവ്ഡ്. ആദ്യം തന്നെ നമ്മൾ എൻട്രി ഇടുമ്പോൾ നമുക്ക് ഏത് സൈഡാണോ അറിയുന്നത്, നല്ലോണം അറിയുന്ന സൈഡ് ആദ്യം തന്നെ നമ്മളൊന്ന് എഴുതി നോക്കുക. ഇപ്പോൾ എനിക്ക് പെയ്ഡ് ശ്യാം ക്യാഷ് എന്ന് പറയുമ്പോൾ എനിക്കറിയാം എൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, 2,50,000 ക്യാഷ് പോയി. പിന്നെ ഡിസ്കൗണ്ട് അലോഡ് 10,000. നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുമ്പം ഡിസ്കൗണ്ട് അലോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടി നമുക്ക് ഡിസ്കൗണ്ട് തന്നു എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്കൗണ്ട് തന്നു എന്നുള്ളത് ഒരു ഇൻകം ആണ്. അപ്പോൾ അതും ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ടു 10,000 റുപ്പീസ് ടു ഡിസ്കൗണ്ട് 10,000 റുപ്പീസ്. അപ്പം നമ്മൾ ടോട്ടൽ നോക്കുമ്പോൾ 2,25,000 ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഏതാണ് വരിക? നമ്മൾ പാർട്ടിക്ക് പേയ്മെൻറ്റ് ചെയ്തതാണ്. നമ്മളെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂൾ എന്തായിരുന്നു? ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ. അപ്പം ഇവിടെ ആരാണ്? ശ്യാമിന് പൈസ കിട്ടുകയാണ്. അപ്പോൾ ശ്യാം എന്താണ്? റിസീവറാണ്. ഡെബിറ്റ് ദ റിസീവർ. റിസീവർ ആയിട്ടുള്ള ശ്യാമിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു 2,25,000 ടു ക്യാഷ് ടു ഡിസ്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എൻട്രി വരിക. ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത് നോക്കാം. ക്യാഷ് സെയിൽസ് ഫോർ ദ മന്ത് 5 lakh. ഇതിനൊക്കെ എൻട്രിക്കൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ക്യാഷ് സെയിൽസ് എന്താ വരിക? ക്യാഷ് സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് സെയിൽ നടന്നു. സെയിൽ എന്താണ്? സെയിൽ ഒരു ഇൻകാണ്. ടു സെയിൽസ് 5 lakh ബൈ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് 5 lakh. 5 lakh നമുക്ക് ക്യാഷ് ആയിട്ട് കിട്ടി. എന്ത് മുഖേന കിട്ടിയത്? നമ്മളെ ഇൻകായിട്ടുള്ള സെയിൽസ് മുഖേന കിട്ടി. സോ ക്യാഷ് ഡെബിറ്റ് ടു സെയിൽസ്. ഇനി പെയ്ഡ് റെൻറ്റ് 15,000, പെയ്ഡ് സാലറി 1 lakh. റെൻറ്റ് 15,000 പേ ചെയ്തു, സാലറി 1 lakh പേ ചെയ്തു. അപ്പോൾ എങ്ങനെയാണ് എൻട്രി വരിക? റെൻറ്റ് എന്താണ്? റെൻറ്റ് നമുക്കൊരു എക്സ്പെൻസ് ആണ്. റെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് 50,000. സാലറിയും ഒരു എക്സ്പെൻസ് ആണ്. സാലറി ഡെബിറ്റ് 1 lakh ടു ക്യാഷ് ഓർ ബാങ്ക് 1,50,000. ഓക്കെ ആണുള്ളത്. അപ്പോൾ ഇത്രയാണ് എൻട്രീസ് ഉള്ളത്. അപ്പോൾ ഈ എൻട്രീസൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് അടുത്തതിലേക്ക് പോകാം.